വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് രാവിലെ തന്നെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. അപ്പൂസും മോളൂസൊക്കെ രാവിലെ നെയ്ച്ച് കൊടുത്ത് സുന്ദരനും സുന്ദരിയായിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ്. നമ്മൾ യാത്ര പോകുന്ന വഴിക്ക് അതിമനോഹരമായൊരു കാഴ്ച കണ്ടു. നല്ല പൂത്തുലഞ്ഞു നിൽക്കുന്ന കൊന്നമരം, നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടപ്പോൾ അത് വീഡിയോ എടുക്കാതിരിക്കാൻ മനസ്സ് വന്നില്ല. അങ്ങനെ വീഡിയോ എടുത്ത് ഞങ്ങളിതാ യാത്ര തുടർന്നു. നമ്മൾ മഞ്ചേരിയിൽ നിന്ന് അരീക്കോട് എടവണ്ണപ്പാറ വഴിയാണ് പോകുന്നത്. കോഴിക്കോടിലേക്കാണ് പോകുന്നത്. കോഴിക്കോട് ജില്ലയിലെ മേൽപ്പഴനി എന്ന ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിതാ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് നഗരത്തിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള വെള്ളിപ്പറമ്പിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് പഴനിയിൽ പോകാൻ സാധിക്കാത്ത ആളുകൾക്കൊക്കെ ഇവിടെ പോവാം. ഇതാ മോളൂസും അപ്പൂസൊക്കെ ഫോട്ടോ എടുത്ത് നിൽക്കുകയാണ്. അവർ ക്ഷേത്രത്തിലേക്ക് നടന്നു. നമ്മൾ മോളൂസിന് തല മുണ്ടനം ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ വഴിപാടൊക്കെ ചീട്ടാക്കി നമ്മളിതാ പോവുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ അവരോടൊന്ന് വീഡിയോ എടുക്കാനൊന്ന് നിന്ന് തരുമോ ചോദിച്ചു. അപ്പോൾ എല്ലാവരും കണ്ടപ്പോൾ അവർക്ക് ആകെ നാണായി. അവർ മെല്ലെയാണ് വീഡിയോ എടുക്കാൻ വരുന്നത്. തല മുണ്ടനം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകണം. അവിടെയാണ് തല മുണ്ടനം ചെയ്യുന്ന ആളിരിക്കുന്നത്. പഴനിയിലെ പോലെ തന്നെയാണ്, ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഇതാ വഴിയാത്രക്കാർക്ക് ഇരിക്കാനൊക്കെ ഒരു ബിൽഡിങ്സൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെ അല്ല തോന്നുന്നു, അതാരും യൂസ് ചെയ്യുന്നില്ല. അവിടെ കയറുകൊണ്ട് കെട്ടിയിട്ടുണ്ട്. മാമനും മക്കളും കൂടി സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോവുകയാണ്. വേഗം ചാടി ഇറങ്ങുന്നുണ്ട് രണ്ടുപേരും. മാമൻ്റെ കൂടെ കൈയും പിടിച്ച് ഇറങ്ങുന്നുണ്ട്. ചുറ്റുപാറും കാടാണ്. ഇവിടെ അധിക ജനവാസ കേന്ദ്രങ്ങൾ ഇല്ല, ജനവാസ മേഖലയല്ല. ആളുകൾ കുറവാണ്. താഴോട്ട് വീടുകളുണ്ട്. ഞങ്ങൾ തലമുണ്ടനം ചെയ്യുന്ന അവിടെ എത്തി. മാമനും മോളും കൂടി കയറണം. അപ്പോൾ എന്നെ വിളിക്കുക, അമ്മയെ വേഗം വാന്ന് വിളിക്കുകയാണ്. അങ്ങനെ അവൾ നല്ല സന്തോഷത്തോടു കൂടി മാമൻ്റെ മടിയിൽ ഇരുന്നു. തലമുണ്ടനം ചെയ്യാൻ നോക്കുകയാണ്. തലയൊക്കെ വെള്ളമിട്ട് ഒന്ന് ഒതുക്കുകയാണ് അയാൾ. അങ്ങനെ തല വടിക്കുകയാണ്. അവളുടെ തല മുട്ടയടിക്കാൻ നോക്കുകയാണ്. ഏട്ടൻ നോക്കി ചിരിക്കുന്നുണ്ട്. അയാൾ ഓരോ ചെയ്യുമ്പോൾ അവൾ ഏട്ടനെ നോക്കി ചിരിക്കുകയാണ്. അങ്ങനെ അപ്പും അവളെ കളിയാക്കുന്നുണ്ട്, അവർ ഓരോന്ന് ചെയ്യുന്നത് കണ്ടിട്ട്. അങ്ങനെ അവളെ തല മുട്ടയടിച്ചതാ പകുതിയായി. ഒരുപാട് മുടി ഉണ്ടായിരുന്നു, നല്ല കട്ടിയുള്ള മുടിയായിരുന്നു. പക്ഷെ നമ്മൾ വഴിപാട് വിചാരിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. അങ്ങനെ അവൾക്ക് സങ്കടമുണ്ട്, പക്ഷെ അറിയില്ല എന്താണ് തല മുട്ടയടിക്കുക എന്ന് പറഞ്ഞാൽ അതുവരെ അറിയില്ല. ഇനി അത് കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര സങ്കടമാവും. അങ്ങനെ വടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, അവളുടെ തല വടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരുവിധമൊക്കെ ആയി. ഓരോ മുടി വീതം അവളിങ്ങനെ താഴോട്ട് ഇടുന്നുണ്ട്. എപ്പോഴും മുടി വെട്ടാൻ ചെല്ലുമ്പോഴുള്ള പരിപാടിയാണ്. തലമുടി എങ്ങനെ ഓരോന്നെടുത്തിട്ട് താഴേക്കിടും. അപ്പോൾ അവിടുത്തെ ചേച്ചിമാരൊക്കെ അവളെ പിടിച്ചു വെക്കാറാണ്, സലൂണിൽ ചേച്ചിമാരൊക്കെ പിടിച്ചു വെക്കാറാണ് പതിവ്. അപ്പോൾ അതാ ഒരുവിധമൊക്കെ ആയി. തലമുണ്ടനം ചെയ്ത് ഒരുവിധമൊക്കെ ആയി. ഇത് നമ്മൾ പഴനിയിലേക്ക് വിചാരിച്ചൊരു വഴിപാടായിരുന്നു. അത് പോകാൻ കഴിയാത്തത് കൊണ്ട് ഇവിടെ കോഴിക്കോട് മേൽപ്പഴനി വന്ന് നടത്തി. അങ്ങനെ ഞങ്ങൾ തലയൊക്കെ മുട്ടയടിച്ച് ഒരുവിധമൊക്കെ ആയി. ആളാകെ മാറി, പഴയ മോളുവേ അല്ല. ആകെ തലയൊക്കെ മുട്ടയടിച്ച് ആളാകെ മാറി. ഇപ്പോൾ അവൾക്ക് ഭയങ്കര ചിരിയാണ്, കാരണം അവളുടെ മുഖം കാണുന്നില്ല. അങ്ങനെ മുടിയൊക്കെ തട്ടിക്കളഞ്ഞ് അവളെ വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഇത് കഴിഞ്ഞിട്ട് അടുത്തുള്ള പൈപ്പിൻ്റെ ചോട്ടിൽ പോയിട്ട് തല ഒന്ന് കഴുകി വരണം, നമുക്ക് കളഭം തേക്കാനാണ്, തലയിൽ കളഭം തേക്കാനാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തേച്ചിട്ട് വേണം നമുക്ക് ക്ഷേത്ര ദർശനം നടത്താൻ. അങ്ങനെ മാമ അവളുടെ തല കഴുകി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് മുടി വെട്ടിയ ആൾ കളഭം തേച്ച് കൊടുക്കുക, തല ചുറ്റിലും കളഭം തേച്ച് കൊടുത്തു. എന്നിട്ട് അവളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവൾ വെട്ടിയ മുടി ഒരു ചെറിയൊരു പേപ്പറിൽ പൊതിഞ്ഞ് തന്നിരുന്നു. അത് വലിയ പഴനി പോണ സമയത്ത് അവിടെ സമർപ്പിക്കാൻ പറഞ്ഞിട്ട്, അങ്ങനെ ഒരു മഞ്ഞപ്പട്ടിൽ പൊതിഞ്ഞിട്ട് അതവിടെ സമർപ്പിച്ചാൽ മതിയെന്ന് അവർ പറഞ്ഞു തരികയാണ് നമുക്ക്. അപ്പോൾ അവിടെ കഴിച്ച വഴിപാട് പോലെ തന്നെ ആയി. അങ്ങനെ അവൾക്ക് ഒരു ഗോപിക്കൂരയൊക്കെ തൊട്ട് അവളെ സുന്ദരിയാക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അപ്പൂനെയും ഒരു ഗോപിക്കൂരയൊക്കെ തൊട്ട് കൊടുത്തു. മോളോട് ഓരോ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ മോള് അത് കഴിഞ്ഞ് ഇറങ്ങി അയാൾക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഒരു ഗണപതി പ്രതിഷ്ഠ ഉണ്ട്, നമ്മൾ കയറുന്നിടത്ത് തന്നെ ഗണപതി പ്രതിഷ്ഠ ഉണ്ട്. അവിടെയൊക്കെ തൊഴുത് വണ്ണാരം ചെയ്ത് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അപ്പു അവളെ നോക്കി ഭയങ്കര ചിരി, അവളെ കളിയാക്കിക്കൊണ്ട് അവന് മുകളിലോട്ട് സ്റ്റെപ്പ് കയറി പോവുക. ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് കയറാൻ. അപ്പോൾ അവൻ്റെ കളിയാക്കൽ കാണാൻ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ എടുത്തിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അവൾ എൻ്റെ തോളത്ത് കിടന്ന് ഒന്നിന് ഫോട്ടോ എടുക്കാനും കൂടി സമ്മതിച്ചില്ല. അങ്ങനെ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് മുകളിലോട്ട്. ഇവിടെയൊക്കെ ഓരോ ഭാഗത്തും ഓരോ പ്രതിഷ്ഠകളുണ്ട്. അവിടെയൊക്കെ നമ്മൾ തൊഴുത് വണ്ണാരം ചെയ്താണ് പോയത്. അങ്ങനെ മുകളിലെത്തിയപ്പോൾ ഒരു കുഞ്ഞുവാവ് അവിടെ കളിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ മോളൂസിന് ഭയങ്കര സന്തോഷമായി. കാരണം തന്നെപ്പോലെ ഒരു മുട്ട അത് അവിടെയും കളിക്കുന്നുണ്ട്.
അങ്ങനെ വാവ പൂവൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവൾക്കത് വേണ്ട. അവൾ സങ്കടം കൊണ്ട് ബേക്കോട്ട് പോയി. ഇതാണ് ക്ഷേത്രം. ക്ഷേത്രത്തെ എനിക്ക് മുഴുവനായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല. മോള് കരഞ്ഞത് കാരണം കുറച്ച് ഭാഗം മാത്രമേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. നല്ല അതിമനോഹരമായ സ്ഥലമാണ്. മോളൂസിൻ്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു, അവൾക്ക് PP വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത് മാമ വാങ്ങി കൊടുക്കുകയാണ് അവൾക്ക്. അത് കിട്ടിയപ്പോൾ ഒരു സങ്കടം കുറേയൊക്കെ മാറി. അങ്ങനെ ഞങ്ങൾ വഴിപാടൊക്കെ കഴിഞ്ഞ് തിരിച്ചതാ പഴനിയിൽ നിന്ന് ഞങ്ങളെ വീട്ടിലോട്ട് പോവുകയാണ്. മഞ്ചേരിയിലോട്ട് പോരുകയാണ്. ഞങ്ങളിതാ ഇറങ്ങി. നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കോഴിക്കോട് ജില്ലയിലെ മേൽപ്പഴനി എന്ന് പറയുന്നത്.